ഞാൻ പഴങ്കഞ്ഞിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ സബിലും എപ്പോഴും പറയും നമുക്ക് ഉണ്ടാക്കാം പഴങ്കഞ്ഞി ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അവൻ്റെ വിചാരം പഴങ്കഞ്ഞി വലിയൊരു സംഭവമാണെന്നാണ്. സംഭവം തന്നെയാണ്, തടിക്കും നല്ലതാണ്, പണ്ടുള്ളവരൊക്കെ കുടിച്ചിരുന്നതാണ്. പക്ഷേ പണ്ടുള്ളവരിങ്ങനെ മോഡലാക്കിയൊന്നുമല്ല കുടിച്ചത്. കാരണം തലേന്നത്തെ കഞ്ഞി അന്നത്തെ പട്ടിണി കാരണം ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് കിട്ടുന്ന കട തന്നെ ഉണ്ട്, തിരുവനന്തപുരത്തൊക്കെ പഴങ്കഞ്ഞി കട തന്നെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഇന്നലെ കുറച്ച് ചോറ് അധികം ഉണ്ടായിരുന്നു. ഉച്ചക്കൊന്നും കുട്ടികളെ ചോറ് കഴിക്കാണ്ടായില്ല, തറവാട്ടിൽ പോയി ചോറ് കഴിക്കാം. അപ്പോൾ അവരെ ചോറ് ബാക്കിയായിരുന്നു. അപ്പം ഞാൻ രാത്രി ആ ചോറ് ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ട് അതിൽ വെള്ളത്തിലിട്ട് വെച്ചു. മൺചട്ടിയിലാണ് നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ നല്ലത്. അല്ലാത്ത പാത്രത്തിലും പറ്റും, പക്ഷേ മൺചട്ടി ആകുമ്പോൾ ഒന്നും കൂടി നല്ലതുമാണ്. അപ്പം ഞാൻ ആ ചോറൊന്ന് കേകി എടുത്തിട്ട് പിന്നെ അതിൽ വെള്ളം പാർന്നിട്ടത്. അപ്പോൾ രാവിലെ വെച്ച ചോറല്ല, അപ്പം ഇനി കേട് വരുമോയെന്ന് എഴുതിയിട്ടൊന്ന് വെള്ളം പാർന്ന് നന്നായിട്ടൊന്ന് കേകി എടുത്തു. എന്നിട്ട് അതിൽ നല്ലോണം മുകളിൽ നിൽക്കാൻ കണ്ട് വെള്ളം ഒഴിച്ച് വെച്ചു. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചു. പിന്നെ ഇത് രാവിലെയാണ് പിന്നെ അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചെറുള്ളി ഇവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഞാൻ അതിലേക്ക് അരിഞ്ഞിടും. ബാക്കി ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര തോനെ എടുത്തത്. അപ്പോൾ ഞാൻ ചുമന്ന മുളക് വറുത്തിട്ട് അതും ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടിയൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടി മിക്സിക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തൊക്കെയാണ് ചെയ്തത്. ഇതിലേക്ക് ചമ്മന്തിയും അതുപോലെ വേറെയുള്ള കൂട്ടാനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് കഴിക്കാം. ഞാൻ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പഴങ്കഞ്ഞി ഇവിടെ രാത്രി വെള്ളത്തിലിട്ടാണ്. ഇത് കുറച്ചധികം വെള്ളമുണ്ട്. ഈ വെള്ളം കുറച്ചൊന്ന് ഞാൻ ഊറ്റി വെക്കുന്നുണ്ട്. നമുക്ക് പിന്നെ തൈര് ഇതൊക്കെ ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ അത് കുറച്ച് ഊറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പഴങ്കഞ്ഞി വെള്ളത്തോട് കൂടിയാണ് കുടിക്കേണ്ടത്. ഈ ചൂടുകാലത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത്. നല്ലതാണ്, എന്നും കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു പഴങ്കഞ്ഞി. അപ്പോൾ ഈ രാത്രി വെള്ളത്തിലിട്ടാൽ ഈ ചോറിനൊന്നും നമുക്ക് ഒരു വിറ്റാമിൻ കിട്ടാണ്ട്. അപ്പോൾ അത് നല്ലതാണ് നമ്മൾ ശരീരത്തിന് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഉള്ളവരൊന്നും കുടിക്കാൻ മടിക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ കഴിക്കുന്ന ഉറപ്പാണ്. കാരണം തൈരും എല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ തൈരുമാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ കാന്താരി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഉടച്ചിട്ടാണ് കുടിക്കുക. ഈ കാന്താരി ഉപ്പിലിട്ട് വെച്ചുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ ആർക്കും കുടിക്കുക. മോനൊക്കെ അത് കടിച്ച് തിന്നും. അത്ര എരിവ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഉപ്പിലിട്ട് വെച്ചുകൊണ്ട്. ഉപ്പിലല്ല, സുർക്കയിലിട്ട് വെച്ചാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി ഉടച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഉള്ളിൻ്റെയും കാന്താരിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടുള്ളൂ. ഞാൻ ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് കുത്തി ഉടച്ചത്. ഇതിൻ്റെ ആ മണം കേട്ടാൽ തന്നെ ഒക്കെ കുടിക്കാൻ തോന്നും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റുള്ളൊരു മണം വരുന്നുണ്ട്. കാന്താരി ഉള്ളിയും തൈരും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു മണമാണിത് ഉള്ളത്. രാവിലെ തന്നെ എന്തോ ഒരു ചൂടാണ്. നമ്മൾ അടുക്കളയിലൊക്കെ നിന്ന് പണിയെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ കുട്ടികൾക്കും ചൂട്, ഇപ്പോൾ മിക്ക കുട്ടികൾക്കും പിന്നെ ചൂടുകുരു പൊന്തൂല. അതിനൊക്കെ നല്ലതാണ് ഈ ഒരു പഴങ്കഞ്ഞി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ എന്തായാലും കുടിക്കും. കാരണം ഈ ഒരു എരിവും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിൻ്റെ നീരും ആ മുളകിൻ്റെ ആ ഒരു ഇതൊക്കെ അതിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളത്തോട് കൂടിയാണ് ഇത് കുടിക്കേണ്ടത്. കാരണം ഈ ചൂട് കാലത്ത് തണുപ്പല്ലേ വേണ്ടത്. അപ്പം നമ്മൾ ഈ അവിലും വെള്ളമൊക്കെ കുടിക്കണ ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോൾ ഇത് അയഞ്ഞ് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചത്. അപ്പം നമുക്കിങ്ങനെ കോരി കുടിക്കും ചെയ്യാം. ദാഹം മാറും, ശരീരത്തിനും തണുപ്പാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഞാൻ നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എഴുതിയിട്ട് പ്ലാവിൻ്റെ ഇല കൊടുന്നിട്ട് അത് ഈർക്കിളി വെച്ചിട്ട് കുത്തിയിട്ട് ഒരു കയ്യിലുണ്ടാക്കുകയാണ്. ഇപ്പം നല്ല ചൂടല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ മൊത്തം മേത്തൊക്കെ ചൂടുകുരു പൊന്തണീനൊക്കെ നല്ലതാണത്. തണുപ്പ് വയറ്റിലേക്ക് ചെല്ലല്ലേ. അപ്പം നമ്മൾ അവലും വെള്ളം ഉണ്ടാക്കി കൊടുക്കണ തണുപ്പിനെ കുടിക്കൂലേ, അതേപോലെ തന്നെയാണത്. അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക ആദ്യം മക്കൾക്ക്. എങ്ങനെയുണ്ട് പഴങ്കഞ്ഞി? ഇജ്ജ് അതായിട്ട് കുടിച്ചല്ലേ? ഇജ്ജല്ലേ എപ്പോഴും പഴങ്കഞ്ഞി ഉണ്ടാക്കിന്ന്. എങ്ങനെയുണ്ട്? എന്തൊക്കെ ഉണ്ടായില്? ഉള്ളിയുണ്ട്, മുളകുണ്ട്, ചോറുണ്ട്,
പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഇടത്തെ കൈ കൊണ്ട് കുടിച്ചല്ല, എൻ്റെ ഇടത്തെ കൈ ഇടവൻ കയ്യനാണ്. ടേസ്റ്റ് ഉണ്ടോ? മുളക് എന്തിരി മുളകാ? കാന്താരി ഉപ്പിലിട്ട്. എരില്ല. അതിങ്ങനെ അതിലിങ്ങനെ കൈയിട്ട് നോണ്ടിയിട്ടാണ് കുടിക്കുക. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടീന് സാലഡിൻ്റെ. അപ്പോൾ അതിൽ എഴുതിയിരുന്നു തടി കുറക്കാൻ ആഗ്രഹിക്കണവർ ഈ ഒരു സാലഡ് കഴിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ എന്നോട് ഒരാൾ വാട്സപ്പിൽ ചോദിച്ചു തടി കൂടാൻ വല്ല മാർഗ്ഗം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ തടി ഉള്ളവർക്ക് കുറയാനും ഇല്ലാത്തവർക്ക് കൂടാനും ആയിരിക്കും ആഗ്രഹം. ഞാനൊക്കെ തീരെ തടി ഇല്ലാത്തായിരുന്നു. ഞാനൊക്കെ കുറേ പഴഞ്ചോറ് എന്നൊക്കെ പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തടി കൂടാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഫുഡാണ് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കി, എന്തായാലും ഫലം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്